പക്ഷെ ജനങ്ങളുടെ പൊതുധാരണ എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണെന്നാണ്. മുസ്ലിമുകളുടെ പ്രോപ്പർട്ടി ഭരിക്കാനായിട്ട് മുസ്ലിമുകളല്ലേ വേണ്ടു, വേറൊരാൾ ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം. എല്ലാ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിലാണ് എന്നത് നുണയാണ്. സ്നേഹമുള്ളവരെ, കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഏറ്റവും അധികം നിയമപരമായ അതിക്രമത്തിന് ഇരയായത് 2006 മുതൽ 2011 വരെയുള്ള അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലഘട്ടത്തിലാണ്. പ്രസ്തുത കാലഘട്ടത്തിലാണ് 2007 പ്രസിദ്ധമായ സ്വാശ്രയ ബിൽ MA ബേബി നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ആ സ്വാശ്രയ നിയമ ബില്ലിൻ്റെ അകത്ത് കേരളത്തിലെ ക്രൈസ്തവർ ന്യൂനപക്ഷമല്ല എന്ന് സ്ഥാപിക്കുന്ന ചില പ്രസ്താവനകൾ അടങ്ങുന്നതായിരുന്നു. പ്രസ്തുത ബില്ലിനെ ജസ്റ്റിസ് സിരിജഗൻ ഭരണഘടനാ വിരുദ്ധമെന്ന് പറഞ്ഞ് ചവറ്റുകൊട്ടയിൽ എറിയുകയാണുണ്ടായത്. അന്ന് നിയമസഭയിലുണ്ടായിരുന്ന 140 MLA-മാർക്കും അത്തരമൊരു ബില്ല് പാസ്സാക്കുന്നതിൽ ഒരാൾക്ക് പോലും എതിർപ്പുണ്ടായിരുന്നില്ല എന്നത് ഏറെ ദുഃഖകരമാണ്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് ക്രൈസ്തവർക്കെതിരെ വിവിധ ബില്ലുകൾ രൂപം കൊണ്ടുവന്നത്. അത്തരത്തിലുള്ള ഒരു ബില്ലിൻ്റെ പേരായിരുന്നു ചർച്ച് ആക്ട്. അപ്പോൾ ചർച്ച് ആക്ട് ബില്ല് കൊണ്ടുവരാനായി നിയമ പരിഷ്കാര കമ്മീഷൻ തുടക്കമിട്ടപ്പോൾ പല ക്രൈസ്തവരും പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ ഭരിക്കാൻ ദേവസ്വം ബോർഡുണ്ട്, മുസ്ലിമുകളുടെ മോസ്കുകൾ ഭരിക്കാൻ വഖഫ് ബോർഡുണ്ട്, പിന്നെ എന്തുകൊണ്ട് സഭയുടെ സ്ഥാപനങ്ങൾ ഭരിക്കാൻ ഒരു ചർച്ച് ബോർഡ് സ്ഥാപിച്ചത് കൊണ്ട് എന്താണ് തെറ്റ്? ഇതാണ് പല ക്രൈസ്തവരും, മാത്രമല്ല കുറെ അക്രൈസ്തവരും ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്ന ചില പ്രസ്താവനകൾ. പ്രിയമുള്ളവരെ, അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ വഖഫ് ബോർഡ് എന്താണ്, ചർച്ച് ബോർഡ് എന്താണ് എന്ന ഒരു പഠനത്തിന് ഞാൻ തുനിഞ്ഞത്. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഹൈന്ദവരുടേതായ 10,000 അമ്പലങ്ങളുണ്ടെങ്കിൽ 100,000-ഓളം അമ്പലങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്, ക്ഷേത്രങ്ങളുണ്ട്. അതിൽ വളരെ പരിമിതമായ 10% ക്ഷേത്രങ്ങൾ മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ കൈവശമുള്ളത്. ഇത് പറഞ്ഞാൽ ഉടൻ തന്നെ ചിലർ പറയും, ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുള്ളതൊക്കെ പൈസയുള്ള ക്ഷേത്രങ്ങളാണ്, ബാക്കിയുള്ളതെല്ലാം പൈസ ഇല്ലാത്ത ദാരിദ്ര്യം പിടിച്ച ക്ഷേത്രങ്ങളാണ്. അപ്പം ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം ഇതാണ്: തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിലനിൽക്കുന്ന 3 ക്ഷേത്രമുണ്ട്. വടക്കുനാഥനുണ്ട്, അതിനിപ്പുറത്ത് പാറയമേക്കാവുണ്ട്, അതിനപ്പുറത്ത് തിരുവമ്പാടി ക്ഷേത്രമുണ്ട്. ഇതിലെ വടക്കുനാഥൻ ക്ഷേത്രം മാത്രമാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ പേര് മാത്രമേ ഉള്ളൂ. പാറയമേക്കാവ് ദേവസ്വം, അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വം. ഏറ്റവും അധികം റിച്ചായിട്ടുള്ള ക്ഷേത്രമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അത് ഒരു കുടുംബ ട്രസ്റ്റാണ് അത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഹിന്ദുക്കളുടെ വളരെ പരിമിതമായ ക്ഷേത്രങ്ങൾ മാത്രമാണ് ദേവസ്വം ബോർഡിൻ്റെ കൈവശമുള്ളൂ. കൂടാതെ അങ്ങനെ അത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാക്കിയ അന്നത്തെ കേന്ദ്ര സർക്കാരിനെയും കേരള സർക്കാരിൻ്റെയും ഇവിടുത്തെ ജനപ്രതിനിധികളെയും ഞാൻ വിമർശിക്കുന്ന ആളാണ്.
അതിനൊരു ബദൽ സംവിധാനം കൊണ്ടുവരേണ്ടതായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഇവിടെ കേരളത്തിലും കേന്ദ്രത്തിലും ഭരിച്ചിരുന്ന സർക്കാരുകൾ വഖഫ് ബോർഡിനോടും ദേവസ്വം ബോർഡിനോടും ഒരു വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പം അന്നത്തെ എൻ്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റ കാര്യം പറയാനാണ്. എല്ലാ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിലാണ് എന്നത് നുണയാണ്. പക്ഷെ കേരളത്തിലെ പൊതുബോധം ഈ പ്രസ്താവന സ്വീകരിക്കാനായിട്ട് മടിക്കും. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ 3 അമ്പലങ്ങളുടെ പേര് മാത്രമേ പറഞ്ഞുള്ളൂ. പാറയമേക്കാവ്, തിരുവമ്പാടി, അതുപോലെ തന്നെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം. ഇതുപോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട്. അത് ട്രസ്റ്റ് ദേശക്കാരുടേതാകാം, ചിലപ്പോൾ അത് വ്യക്തികളുടേതാകാം. അപ്പൊ വ്യക്തികളുടെ, ദേശക്കാരുടെ, ചില പ്രത്യേക വിഭാഗങ്ങളുടെ, അതുകൂടാതെ ഈ ഈഴവന്മാര് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അമ്പലവും ദേവസ്വം ബോർഡിന്റെ കീഴിലല്ല. അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനം നിലനിൽക്കുമ്പോൾ ആ ആദ്യത്തെ പ്രസ്താവന തിരുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന്, എല്ലാ ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്, അല്ല. രണ്ടാമത്തെ കാര്യം, വഖഫ് ബോർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ അന്ന് തന്നെ പരിശോധിക്കുകയുണ്ടായി. പക്ഷെ ജനങ്ങളുടെ പൊതുധാരണ എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞാൽ അത് സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നാണെന്നാണ്. പക്ഷേ BJP ഗവൺമെന്റിന് ഞാൻ നന്ദി പറയുകയാണ്. ആ ബോധ്യത്തെ തകർക്കുന്നതാണ് BJP ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വഖഫ് നിയമത്തിൻ്റെ അമെൻഡ്മെന്റ് ആക്ടിനെ കുറിച്ചുള്ള ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ജനങ്ങളുടെ ആ അടിസ്ഥാന പൊതുബോധം തകർക്കപ്പെട്ട് കഴിഞ്ഞു. അതായത് വഖഫ് ബോർഡിൽ സർക്കാരിന് യാതൊരു റോളും ഇല്ല. അത് തികച്ചും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ വഖഫ് ബോർഡ് ഇൻഡിപെൻഡൻ്റ് ആണ്. അതിലെനിക്ക് എതിരഭിപ്രായമുണ്ടോ? ഇല്ല. ക്ഷേത്രങ്ങൾ സ്വകാര്യ വ്യക്തികളുടെയും ദേശക്കാരുടെയും സ്വകാര്യ ട്രസ്റ്റുകളുടെയുമാണ്. അതിലെനിക്ക് എതിർപ്പുണ്ടോ? എതിർപ്പില്ല. അതുപോലെ തന്നെ നിലനിർത്തണം ചർച്ച് ബോർഡ് എന്ന് പറഞ്ഞൊരു ബോർഡിന്റെ ആവശ്യം ഗവൺമെന്റിന്റെ ഒരു റിസീവറുടെ ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഭരണഘടനാപരമായിട്ട് എല്ലാ മതങ്ങളും തുല്യമായ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ മുസ്ലിമുകൾക്കും ഹിന്ദുക്കൾക്കും ഇപ്പോൾ നിലവിലുള്ള അതേ സ്വാതന്ത്ര്യം ക്രൈസ്തവർക്കുണ്ടാകണം. അതുകൊണ്ട് ചർച്ച് ബോർഡിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ് ഈ കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരുടെയും അഭിപ്രായം. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഈ വഖഫ് ബോർഡിന്റെ ഈ നിയമത്തിലുള്ള ഭേദഗതി, ചിലർ പറയാണ് കേന്ദ്ര ഗവൺമെന്റ് വഖഫ് ബോർഡിന്റെ മേല് മുസ്ലിമുകളല്ലാത്ത ഒരാളെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്താൽ ഭാവിയിൽ ക്രൈസ്തവരുടെ പള്ളിയിലെ ഭരണക്രമത്തിൻ്റെ അകത്ത് ക്രിസ്ത്യാനിയല്ലാത്ത ഒരാളെ കുത്തിത്തിരുകാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രമമല്ലേ അത്? പച്ചക്കള്ളം. എന്താ കാരണം വെച്ചാൽ ആദ്യം അതിനെ വഖഫ് എന്താണെന്ന് ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കാം. വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം വിശ്വാസി തൻ്റെ സമ്പത്ത് മുഴുവനായോ അതിൻ്റെ ഒരു ഓഹരിയോ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ദൈവത്തിൻ്റെ സമ്പത്തായിട്ട് ദാനം ചെയ്യുന്ന സമ്പത്തിനെ വിളിക്കുന്ന പേരാണ് വഖഫ്. അത് പ്രത്യേക ലക്ഷ്യങ്ങൾക്കാകാം. അത് കോളേജ് നടത്താനാകാം, അല്ലെങ്കിൽ മറ്റ് ആതുര ശുശ്രൂഷയ്ക്കാകാം. അത് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കണം, അള്ളാവിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. അത് ശരിയാണോ? ശരിയാണ്. കാരണം കത്തോലിക്ക സഭയിലായാലും മറ്റു ക്രിസ്തു മത വിഭാഗങ്ങളിലായാലും അല്ലെങ്കിൽ ഹിന്ദുക്കളിലായാലും വ്യക്തികൾ അങ്ങനെ സംഭാവന കൊടുത്ത് തങ്ങളുടെ സ്വത്തിൻ്റെ ഒരു ഭാഗം സഭയ്ക്കോ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ നേതാക്കന്മാർക്കോ കൈമാറി അത് ദൈവത്തിൻ്റെ സ്വത്തായിട്ടാണ് ദേവസ്വം.
ആയിട്ട് ഉപയോഗിക്കണം എന്നത് തെറ്റല്ല, അത് ശരിയാണ്. അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സ്ഥാപനങ്ങൾ ഉണ്ടായാലാണ് ശരിക്കും പറഞ്ഞാൽ സ്വേച്ഛാധിപതികൾക്ക് അതൊരു തടസ്സമായിട്ട് മാറുക. അത് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകൾ മാത്രമേ അത്തരം പ്രസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുള്ളൂ. അവിടെ അവർക്ക് പാർട്ടി സംവിധാനമല്ലാതെ വേറെ യാതൊന്നും നിലനിൽക്കാൻ പാടില്ല. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ വഖഫിൽ ഇങ്ങനെ ഒരു സംവിധാനത്തിൽ തെറ്റില്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ പ്രോപ്പർട്ടി ഭരിക്കുന്നത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുടെ പ്രോപ്പർട്ടി ഭരിക്കുന്നത് ഹിന്ദുക്കളുമാണെങ്കിൽ മുസ്ലിമുകളുടെ പ്രോപ്പർട്ടി ഭരിക്കാനായിട്ട് മുസ്ലിമുകളല്ലേ വേണ്ടു, വേറൊരാൾ ആവശ്യമുണ്ടോ എന്നതാണ് ചോദ്യം. ഇവിടെ വഖഫ് പ്രോപ്പർട്ടി എങ്ങനെ രൂപം കൊണ്ടു എന്നതിന് ചരിത്രപരമായ മറ്റു ചില സംഭവങ്ങളും കൂടി അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഈ വഖഫ് പ്രോപ്പർട്ടിയുടെ നിയമങ്ങൾ ഇന്ത്യയിൽ വരുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, പരിമിതമാണ് എൻ്റെ അറിവ്, കൂട്ടിച്ചേർക്കാം നിങ്ങൾക്ക്, 1923 ഒരു ബ്രിട്ടീഷ് നിയമമാണ് വഖഫ് ആക്ട്. അത് പൂർണ്ണമല്ലെങ്കിലും ബ്രിട്ടീഷുകാർ ഒരു തന്ത്രം ചെയ്തിരുന്നു. അവർ ചെല്ലുന്ന സ്ഥലങ്ങളിൽ അവർ അവിടുത്തെ മത നേതാക്കളുമായിട്ട് ഒരിക്കലും വഴക്കടിക്കില്ല. ഇപ്പൊ ടിപ്പു ബ്രിട്ടീഷുകാരായിട്ട് വഴക്കടിച്ചു, ക്രിസ്ത്യാനികളൊക്കെ, അപ്പൊ അതുകൊണ്ട് മുസ്ലിമുകളൊക്കെ ബ്രിട്ടീഷുകാർക്ക് എതിരായിരുന്നു, ക്രിസ്ത്യാനികളൊക്കെ ബ്രിട്ടീഷുകാരുടെ കാല് നക്കി. അങ്ങനെ മുസ്ലിമുകൾ രാജ്യസ്നേഹികളും ക്രിസ്ത്യാനികൾ രാജ്യദ്രോഹികളും ആണെന്നാണ് ചില നരേറ്റീവ്സ്. പക്ഷെ ഹൈദരാബാദിലെ നൈസാം ബ്രിട്ടീഷുകാരുടെ കാല് നക്കുകയായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലിൽ നക്കിയിട്ടുള്ള അനേകം മുസ്ലിം രാജാക്കന്മാരുണ്ട്. അപ്പൊ ഹൈദരാബാദിലെ നൈസാം മുസ്ലിം അല്ലേ, അദ്ദേഹം ടിപ്പുവിനെതിരായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തില് മുസ്ലിം കമ്മ്യൂണിറ്റിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവരെന്ത് ചെയ്തു? സുൽത്താന്മാരുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥലങ്ങളും ചിലതെല്ലാം ഒരു സേഫ്റ്റി വാൽവ് പോലെ അവരുടെ ഭരണപരമായ സൗകര്യം നിലനിർത്തി സുൽത്താൻമാര് ദാനമായി കൊടുക്കുന്ന സ്ഥലങ്ങളും വഖഫിന്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറി. അപ്പൊ സുൽത്താൻമാര് പല ആൾക്കാർക്കും ഇങ്ങനെ ദാനം ചെയ്യണു. അങ്ങനെ ദാനം ചെയ്യപ്പെട്ട വസ്തു നൂറ്റാണ്ടുകൾ കഴിയുമ്പോൾ അത് ആ വഖഫ് ചിലപ്പോൾ അത് വിൽക്കും. അത് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ വിറ്റ ആൾക്കാർക്കാണ് അതിൻ്റെ ഓണർഷിപ്പ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ വഖഫ് ബോർഡ് അവരുടെ ക്ലെയിം ഉന്നയിക്കുകയാണ്. എന്താണ് ക്ലെയിം? ഇത് 1885 ഇന്ന സുൽത്താനോ അല്ലെങ്കിൽ ഇന്ന ആളോ ഞങ്ങൾക്ക് ദാനമായി തന്നതാണ്. ഇവിടെ നിങ്ങൾ കുറേ അധികം ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണം. ആ സ്ഥലം മുഴുവൻ വഖഫിൻ്റെതാണ്. അപ്പൊ അങ്ങനെ അവർ ക്ലെയിം ഉന്നയിച്ചാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ആരാ തീരുമാനിക്കുക? അതിനൊരു വഖഫ് ട്രിബ്യൂണൽ ഉണ്ട്. ആ ട്രിബ്യൂണലിൽ ഈ പറയുന്ന, അതായത് രണ്ടാം കക്ഷി, ഇപ്പൊ എൻ്റെ പറമ്പ് അവർ വഖഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി വാദിക്കാൻ അവരുടെ ട്രിബ്യൂണലിൽ ഒരാളുണ്ടോ? എനിക്ക് വേണ്ടി വാദിക്കാൻ അവരുടെ ട്രിബ്യൂണലിൽ ആരുമില്ലേ. അതവരെ ഏകപക്ഷീയമായിട്ടാണ് തീരുമാനിക്കുക. അപ്പം മറ്റൊരുവന്റെ പ്രോപ്പർട്ടി 1850 1875 എന്ന് പറഞ്ഞ ഒരു രേഖ ഹാജരാക്കിയാൽ ആ രേഖയ്ക്ക് അനുസരിച്ച് അവിടെയുള്ളവരെ ഒഴിഞ്ഞു കൊടുക്കണം എന്നതാണ് വഖഫ് നിയമത്തില് ഈ കോൺഗ്രസ് ഗവൺമെന്റ് എഴുതി വെച്ച തെറ്റായ ഒരു നിയമം. ഈ ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമല്ല എന്ന് 140 MLA-മാരും കൈപൊന്തിച്ചെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യത്വ വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനെതിരെ കൈപൊന്തിക്കാനായിട്ട് ഒരു കോൺഗ്രസ് MP-യോ MLA-യോ ഉണ്ടായില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പരാജയത്തിന്റെ കാരണമെന്ന് കോൺഗ്രസും അത് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നതെന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അംഗങ്ങളും തിരിച്ചറിഞ്ഞാൽ നാടിന് നല്ലത്. അത് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും മറ്റ് ജനവിഭാഗങ്ങളും പറയും, നിങ്ങൾ എന്നെ RSS ആക്കി, നിങ്ങൾ എന്നെ BJP ആക്കി.
അത്തരം ഒരു അവസ്ഥയിലേക്കാണ് ഈ രണ്ട് പാർട്ടികളും കൂടി ഇന്ത്യയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് ഈ കാണുന്ന പല കോൺഫ്ലിക്റ്റുകളുടെയും അടിത്തറയിൽ കിടക്കുന്നത്. ഇവിടെയാണ് കൊച്ചിയിലുള്ള ഒരു പ്രദേശം വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ക്ലെയിം ഉന്നയിച്ച് അവിടെയുള്ള 625 വീട്ടുകാരോട് ഒഴിയാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ചരിത്രം പഠിച്ചു നോക്കിയാൽ തമാശ കാണാം. അത് ഫറൂഖ് കോളേജിൻ്റെ ആണെന്ന് വർഷങ്ങൾക്ക് മുൻപ് ക്ലെയിം ഉന്നയിച്ചിട്ട് അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ ഒരു കോമ്പൻസേഷൻ ഫറൂഖ് കോളേജിന് കൊടുത്തിട്ട് അവരൊക്കെ സ്ഥലം സ്വന്തമാക്കി. അപ്പൊ ആ പൈസ അവർ കൊടുക്കുകയും ചെയ്തു. ഇനി ആ ക്ലെയിമിലെ ഞങ്ങൾ തർക്കിക്കാനില്ല എന്ന് പറഞ്ഞ് അങ്ങനെ പൈസ കൊടുത്ത് സ്വന്തമാക്കിയതിൻ്റെ പേരിൽ വീണ്ടും വഖഫ് ബോർഡ് ഒരു ക്ലെയിം ഉന്നയിച്ചിരിക്കുകയാണ്. അത് അന്ന് ഫറൂഖ് കോളേജ് ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് അവരും പ്രതിയാണ്, വിറ്റവനും പ്രതിയാണ്, വാങ്ങിച്ചവനും പ്രതിയാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിരിക്കുകയാണ്? കേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത്തരം കേസുകൾ വരുമ്പോൾ മറ്റു മതക്കാരുടെയും മറ്റു സമുദായങ്ങളുടെയും സ്വത്തിൻ്റെ മേല് ഒരു ക്ലെയിം ഉന്നയിക്കുമ്പോൾ അതിന് തീർപ്പ് കൽപ്പിക്കുന്ന ട്രിബ്യൂണലിൽ ആ വിക്ടിമിൻ്റെയും അല്ലെങ്കിൽ ആരാണോ വേദനിക്കുന്ന പാർട്ടി അവന് വേണ്ടി സർക്കാരിൻ്റെ ഒരാള് ആ കമ്മിറ്റിയിൽ ഉണ്ടാകണം എന്നതാണ് പുതിയ ഭരണപരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന ബില്ല്. ആ ബില്ലിൽ എന്ത് തെറ്റാണുള്ളതെന്നാണ് ചോദിക്കുന്നത്. അത് ക്രൈസ്തവരുടെ നേരെ വരുമോ? ഇല്ല. എന്താ കാരണം? ക്രൈസ്തവരെ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നവരും ഒരിക്കലുണ്ടായ നിയമങ്ങൾക്ക് പിറകിലേക്ക് പോകാത്തവരുമാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരെ ഇന്ത്യയിലെ വേറെ ഒരു സമൂഹത്തിൻ്റെയും പ്രോപ്പർട്ടി ഞങ്ങളുടെ പ്രോപ്പർട്ടി ആണെന്ന് ക്ലെയിം ചെയ്യാനായിട്ട് വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രോപ്പർട്ടിയിൽ ക്ലെയിം ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവരുടെ കൂടി ഒരു പ്രതിനിധിയെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ട്രിബ്യൂണൽ ഉണ്ടാക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധവുമില്ല. അതിന് ഞങ്ങൾ അങ്ങനെ ക്ലെയിം ചെയ്യണില്ലേ. അപ്പൊ സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് വേറൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പല സ്ഥലങ്ങളിലും മുസ്ലിം വഖഫ് ബോർഡ് ചെയ്യുന്ന അതേ തരത്തിലുള്ള ക്ലെയിമുകളുമായി ചില ദേവസ്വം ബോർഡുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദുവിന് വേണമെങ്കിൽ അവൻ്റെ വീട്ടില് ഒരു ക്ഷേത്രം ഉണ്ടാക്കാം. അങ്ങനെ 10,000-കണക്കിന് കുടുംബക്ഷേത്രങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ആ ഹിന്ദു ആ വീട് വേറൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ അത് ദേവന്റെ പ്രോപ്പർട്ടിയാണോ അത് ആ വിൽക്കുന്ന ആളുടെ പ്രോപ്പർട്ടിയാണോ? അത് ക്രിസ്ത്യാനികളുടെ വീടിനകത്തും എന്തുണ്ട്? യേശു ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും പ്രതിഷ്ഠാജപം ചെല്ലും. യേശുവെ അങ്ങ് ഈ കുടുംബത്തിലെ നാഥനായി വാഴണമേ. അപ്പൊ യേശുവിന് പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലം എൻ്റെ അപ്പൻ വേറൊരാൾക്ക് വിറ്റ് കഴിഞ്ഞാൽ മകനായ ഞാൻ വന്നിട്ട് പറയാണെന്ന് കരുതുക, ഇത് യേശുവിന് പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലമാണ്, അത് അപ്പൻ വിറ്റാലും ആ വിൽപ്പന ശരിയാകില്ല എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇത് ഏത് കാലത്തുണ്ടാക്കേണ്ട നിയമമാണ് എന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ അമേരിക്കയെക്കാളും ബ്രിട്ടനേക്കാട്ടിലും പുരോഗതി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായ നിയമങ്ങളുണ്ട്. ആ നിയമത്തിനപ്പുറത്തേക്ക് പോകാൻ അവിടുത്തെ ഒരു ജാതിക്കും പറ്റില്ല, അവിടുത്തെ ഒരു മതത്തിനും പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നിയമം മൂലം ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഹാനിയായി ഭവിക്കുമ്പോൾ ഭരണഘടനയുടെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ്. ഞാൻ അതിലൊന്നുകൂടി ഉൾക്കൊള്ളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ജീവനോപാധികൾക്കും സംരക്ഷണം നൽകാനുള്ള ചുമതല സർക്കാരിൻ്റെതാണ് എന്ന് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ പ്രിയമുള്ളവരെ, ഇന്ന് ചില സ്ഥലങ്ങളിൽ ചില ആളുകൾ ഉന്നയിക്കുകയാണ്, 100 കൊല്ലം മുൻപ് ഒരു നമ്പൂതിരി തൻ്റെ പറമ്പ് വേറൊരാൾക്ക് വിറ്റു. അപ്പൊ അദ്ദേഹം അത് വാങ്ങിച്ചിട്ട് മൂന്നാമതൊരാൾക്ക് വിറ്റു.
ഇത് വിൽക്കുമ്പോഴൊന്നും നമ്പൂതിരി പറയുന്നില്ല ഇത് ദേവന് പ്രതിഷ്ഠിച്ച സ്ഥലമാണെന്ന്. അത് നമ്പൂതിരിയുടെ വീട്ടിന്റെ സ്വത്താണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കുടുംബത്തിന്റെ സ്വത്ത് ഒരാൾ വിൽക്കുമ്പോൾ അവിടെ അദ്ദേഹം ഒരു ദേവനെ പ്രതിഷ്ഠിച്ചത് കൊണ്ട് ആ സ്വത്ത് ദേവന്റെ സ്വത്താണെങ്കിൽ ആദ്യം തന്നെ അത് വിൽക്കുന്ന ആളുടെ പേരിൽ ക്രിമിനൽ കുറ്റം ചാർജ് ചെയ്യണം. എന്നിട്ട് വേണം വാങ്ങുന്ന ആളുടെ പേരിൽ ചാർജ് ചെയ്യാനായിട്ട്. ആ വിൽക്കുന്ന ആളുടെയും ആ പൈസ മേടിച്ച അനുഭവിക്കുന്ന അവരുടെ സന്തതി തലമുറകളുടെയും സ്വത്ത് കോൺഫിസ്കേറ്റ് ചെയ്തിട്ടാണ് ഈ സ്ഥലം തിരിച്ചു പിടിക്കേണ്ടത്. അല്ലാണ്ട് വാങ്ങിയ ആളുടെ സ്ഥലം വാങ്ങിച്ചിട്ടല്ല, അത് അനീതിയാണ്. അപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് ചെയ്തിട്ടുള്ളതാണ്. ഒരു നമ്പൂതിരി തൻ്റെ സ്വത്ത് ഒരാൾക്ക് വിറ്റു, അയാൾ വേറൊരാൾക്ക് വിറ്റു, അയാൾ വേറൊരാൾക്ക് വിറ്റു. അവസാനം വാങ്ങിച്ച ആളുടെ അടുത്ത് ഈ നമ്പൂതിരിയുടെ മകന്റെ 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 മകൻ ദേവസ്വം എന്ന് പറഞ്ഞ ഒരു കേസിനായിട്ട് ചെന്നിരിക്കുകയാണ്. എന്താണ് കേസ്? ഇത് ദേവന് സമർപ്പിച്ച സ്വത്താണ്. അപ്പൊ ഇവര് പറഞ്ഞു അത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായതുകൊണ്ട് അയാൾക്ക് വിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഉടൻ തന്നെ പുതിയ കേസ് വന്നിരിക്കുകയാണ്. ഇയാള് പ്രതിഷ്ഠിച്ചിട്ടുള്ള ദേവൻ മൈനർ ദേവനാണ്. മൈനർ ദേവന്റെ സ്വത്ത് വിൽക്കാനായിട്ട് ഉടമസ്ഥന് അവകാശമില്ല. അപ്പൊ വഖഫ് ബോർഡിന്റെ ഈ കോപ്രായങ്ങൾ കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ഇങ്ങനെ ദേവസ്വത്തിന്റെ പിന്നാലെ നടക്കുന്ന കുറെ ആളുകളും കൊച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ ദയവ് ചെയ്ത് പൊതുസമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഒന്ന്, 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, 50 റിപ്പബ്ലിക്കായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ആ ഭരണഘടനയനുസരിച്ച് ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറിപ്പോണം. അല്ലാതെ 1500 കൊല്ലം മുൻപ് ഇത് വഖഫിന്റെ പ്രോപ്പർട്ടി ആണ്, അല്ലെങ്കിൽ സുൽത്താൻ കൈമാറി തന്നിട്ടുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയാണെങ്കിൽ, ടിപ്പു സുൽത്താൻ കൊച്ചി രാജ്യത്തേക്ക് വന്നപ്പോൾ ടിപ്പു സുൽത്താൻ ഭൂമി എടുത്തിട്ട് വേറെ ആൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ടാവും, ദാനം ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ടിപ്പു സുൽത്താനെ കൊച്ചി രാജ്യത്ത് നിന്ന് കൊച്ചി രാജാക്കന്മാർ ഓടിച്ചപ്പോൾ ആ ദാനം വീണ്ടും നിലനിൽക്കുന്നു പറഞ്ഞാൽ അത് എവിടുത്തെ നിയമമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ പാകിസ്ഥാൻകാര് ഇന്ത്യയെ ആക്രമിച്ചതിന് ശേഷം ഇന്ത്യയെ കീഴടക്കിയിട്ട് ഒരു 2 മാസത്തേക്ക് അവരിവിടെ സ്ഥലം പിടിച്ചെടുത്തു. ആ സമയത്ത് അവരിതൊക്കെ വഖഫ് ബോർഡിന് ദാനം ചെയ്താൽ അത് വഖഫിന്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറും. ഇപ്പൊ കാശ്മീരിലേക്ക് അവര് കുറച്ച് നേരം കിട്ട്, നമുക്ക് 15 ദിവസം കൊണ്ട് അവരെ അടിച്ചോടിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷെ ആ 15 ദിവസത്തിനുള്ളിൽ കാശ്മീരിനെ വഖഫിന് എഴുതി കൊടുത്താല് വഖഫിന്റെ ട്രൈബ്യൂണലിന് പിന്നീട് പറയാൻ പറ്റുമോ ഇത് ഞങ്ങൾക്ക് ദേവന്റെ സ്വത്തായിട്ട് ദാനം കിട്ടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് തരണമെന്ന്? അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉഡായിപ്പ് നിയമങ്ങൾ കുറെ ബ്രിട്ടീഷുകാരുടെ കാലത്തും അതിന്റെ തുടർച്ചയായിട്ടുണ്ടായിട്ടുണ്ട്. അതിനൊക്കെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് ആധുനിക നിയമങ്ങളാക്കി മാറ്റാൻ ഇന്ത്യ രാജ്യത്തിന് കഴിയുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വഖഫ് അവകാശവാദങ്ങൾ നിലനിന്നാൽ ആർക്കാണ് വിശ്വസിച്ച് പ്രോപ്പർട്ടി വാങ്ങാനും അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കാനും കഴിയുക? അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഈ ശ്രമത്തെ ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് സർവാത്മന പിന്തുണയ്ക്കുകയാണ്. ആ പിന്തുണയ്ക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ക്ലെയിമുകൾ അത് ഹിന്ദുക്കൾ വെച്ചാലും ക്രിസ്ത്യാനികൾ വെച്ചാലും മുസ്ലിമുകൾ വെച്ചാലും ഒരേ രീതിയിൽ പെരുമാറണം എന്നുകൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ചർച്ച് ബോർഡ് വേണം എന്ന് വാദിച്ചിരുന്ന ക്രിസ്ത്യൻ, ഞാൻ വേറെ അവരെ കുറ്റം പറയുന്നില്ല, ക്രിസ്ത്യാനികളിലെ വിഭാഗത്തോട് പറയുകയാണ്, വഖഫ് ബോർഡിലെ ഗവൺമെന്റിന് യാതൊരു റോളും ഇല്ല. ദേവസ്വം ബോർഡിലെ കുറച്ച് അമ്പലങ്ങൾ ഒഴിച്ച് ബാക്കിയൊന്നിനും ഗവൺമെന്റിന് റോളില്ല. ഇനി ദേവസ്വം ബോർഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്, അത് ഗവൺമെന്റ് അതിൽ നിന്ന് പിന്മാറണം. എന്നിട്ട് ഹിന്ദുക്കളുടെ പൊതുസമൂഹത്തിന്റെ ഒരു ട്രസ്റ്റിന്, അല്ലെങ്കിൽ അവര് പറയുന്ന വിഭാവനം ചെയ്യുന്ന ഒരു സംവിധാനത്തിന്, വഖഫിന് മുസ്ലിം പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ അതിനുള്ള കഴിവ് മുസ്ലിമുകൾക്കുണ്ടെങ്കിൽ
അതേ സ്വാതന്ത്ര്യവും അതേ അവകാശവും ഹിന്ദുക്കൾക്കുണ്ട്. അതുകൊണ്ട് നിലവിലുള്ള ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ഹിന്ദുക്കളുടെ കമ്മ്യൂണിറ്റിക്ക് ആ അമ്പലങ്ങളുടെ മേൽ ഭരണം നടത്താനുള്ള അവകാശമുണ്ടാക്കുന്ന തരത്തിൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പോലെ തരത്തിൽ അവർക്കും അനുവദിക്കണം. എന്നാലാണ് അതൊരു നീതിപൂർവകമായ നിയമവ്യവസ്ഥയാകുകയുള്ളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.